ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 18ആയി. 30ഓളം പേർക്ക് പരിക്കേറ്റതായും വിവരം. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നൽകും. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത VG LNJP ഹോസ്പിറ്റലിൽ നിന്നുള്ള വിവരങ്ങളും പങ്കുവയ്ക്കും. ബൽറാമിലേക്കാണ് ആദ്യം. ബൽറാം, വലിയ അപകടമാണ് ഉണ്ടായത്, ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ തുടരുന്നവർ നിരവധിയുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സഹായമടക്കമുള്ള കാര്യങ്ങളിലെ ഏറ്റവും ഒടുവിലെ തീരുമാനങ്ങൾ എങ്ങനെയാണ് ബൽറാം? റിജിത്ത, അതീവ ദാരുണമായ ഒരു അപകടമാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി 8 മണി മുതൽ രാത്രി 10:30 വരെ ഉണ്ടായത്. മുൻപ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വലിയ തിരക്ക് റെയിൽവേ സ്റ്റേഷനിൽ അനുഭവപ്പെടുകയായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഈ പ്ലാറ്റ്ഫോം നമ്പർ 16, 15, 14, 13 ഈ 4 പ്ലാറ്റ്ഫോമുകളിലാണ് വലിയ തിക്കും തിരക്കും ഇന്നലെ അനുഭവപ്പെട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ തിരക്കും ഈ അപകടവും ഉണ്ടായത് 16 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇറങ്ങുന്ന വഴിയിലും ഒപ്പം തന്നെ 14, 15 പ്ലാറ്റ്ഫോമുകളിലുമാണ്. പ്രധാനമായും നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ എന്നുള്ളത് ഇന്നലെ ഈ ഭാഗം മുഴുവൻ തിങ്ങി നിറഞ്ഞ് ഈ കോണിപ്പടികളിലൂടെ ആളുകൾക്ക് മുന്നോട്ടും താഴോട്ടും പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ആളുകൾ മറിഞ്ഞു വീഴുകയും അവരുടെ കയ്യിലുള്ള ബാഗുകളും ചെരുപ്പുകളും തെറിച്ചു പോകുകയുമായിരുന്നു. അത്തരം സാമഗ്രികളെല്ലാം തന്നെ ഈ പ്ലാറ്റ്ഫോമിന് മുകളിലെ മേൽക്കൂരയിൽ ഉണ്ട്. അത്തരം വീണ സാമഗ്രികളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നലെ രാത്രി ഈ അപകടം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ഇവിടെ പൂർണ്ണമായും ഇത്തരത്തിലുള്ളൊരു അപകടം നടന്നതിൻ്റെ രേഖകൾ പൂർണ്ണമായും ഈ സാമഗ്രികളും മറ്റും നീക്കം ചെയ്തിരിക്കുകയാണ് റെയിൽവേ. വൃത്തിയാക്കൽ പ്രക്രിയ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ 2 ട്രെയിനുകൾ വൈകിയതും ഒപ്പം തന്നെ മറ്റൊരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് എന്ന അഭ്യൂഹം പടർന്നതുമാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് റെയിൽവേയുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്, രാജധാനി എക്സ്പ്രസ് എന്നിവ വൈകിയോടി. അവ രണ്ടും പ്ലാറ്റ്ഫോം നമ്പർ 15, 14 എന്നിവയിലാണ് വരേണ്ടിയിരുന്നത്. ആ 2 ട്രെയിനിലെയും യാത്രക്കാർ അവിടെ തിങ്ങിക്കൂടി നിന്നിരുന്നു. ഒപ്പം തന്നെയാണ് മറ്റൊരു പ്രത്യേക തീവണ്ടി, ഈ പ്രയാഗ്രാജിലേക്ക് പോകുന്ന മറ്റൊരു പ്രത്യേക തീവണ്ടി 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തും എന്നുള്ള അഭ്യൂഹം പടർന്നത്. ഇതിനെ തുടർന്ന് 3 ട്രെയിനുകളിലേക്കുള്ള യാത്രക്കാർ ഏതാണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ 2 പ്ലാറ്റ്ഫോമുകളിലായി തിങ്ങി നിറഞ്ഞു. ഒപ്പമാണ് 12 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തേണ്ട ഒരു ട്രെയിൻ 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറും എന്ന അവസാന നിമിഷം ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. ആ യാത്രക്കാർ കൂടി ഇവിടേക്ക് 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. മുകളിലൂടെ ഈ യാത്രക്കാർക്ക് നടക്കാനുള്ള പെഡസ്ട്രിയൻ വേ മുഴുവനായും തിങ്ങി നിറഞ്ഞ് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത സാഹചര്യം ഇതിനെ തുടർന്നുണ്ടായി. ഏതാണ്ട് 4 ട്രെയിനുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും യാത്രക്കാർ, അതിൽ പ്രധാനമായും പ്രയാഗ്രാജിലേക്കുള്ള തീർത്ഥാടകർ തന്നെയാണ്. കാരണം ഈ 3 ട്രെയിനുകളും പ്രയാഗ്രാജ്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽവേ. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയുമാണ് റെയിൽവേ സഹായം എന്ന നിലയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കൂടി വരുന്നു. റെയിൽവേയുടെയും സർക്കാരിൻ്റെയും അനാസ്ഥയാണ് ഈ ദുരന്തത്തിന്, ഈ അപകടത്തിന് കാരണം എന്ന വിമർശനം ഉയർത്തുകയാണ്. സ്റ്റേഷനിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട നടപടിയിലേക്ക് കടന്നില്ല, അത് വലിയ വീഴ്ചയാണ് എന്ന വിമർശനം കോൺഗ്രസ് ഉയർത്തുകയാണ്. വിനീത VG കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. LNJP ഹോസ്പിറ്റലിൽ നിന്നാണ് വിനീത ചേരുന്നത്. വിനീത, എന്താണ് ആശുപത്രിയിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? വിനീത. റിജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആശുപത്രിക്ക് പുറത്താണ് നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ആശുപത്രിക്ക് പുറത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക് നായക് ഹോസ്പിറ്റലാണ്. ഇവിടെ ഇപ്പോൾ ഈ 15 പേരുടെ മൃതദേഹം ഈ ആശുപത്രിയിലാണ് സൂക്ഷിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ പരിക്കേറ്റവരടക്കം ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. 15 പേരുടെ മൃതദേഹമാണ് ഈ ലോക് നായക് ആശുപത്രിയിലുള്ളത്. ഒപ്പം തന്നെ 12-ലധികം പേർക്ക് പരിക്കേറ്റവരും ഈ ആശുപത്രിയിൽ തന്നെയാണുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതാണ്ട് 30ഓളം പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. അവരെ മറ്റ് ആശുപത്രികളിലായും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 18 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഈ 15 പേരുടെയും മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലോക് നായക് ഹോസ്പിറ്റലിലാണ്. മറ്റ് 3 പേരുടെ മൃതദേഹങ്ങൾ ലേഡി ഹാർട്ട് ആശുപത്രിയിലാണ് ഉള്ളത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയടക്കം ഇവിടെ നൽകി വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ 14, 15, 16 ഇങ്ങനെ പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് ഈ തിക്കും തിരക്കും കാരണം ഈ അപകടം ഉണ്ടാകുന്നത്. ഇതിൽ ഇപ്പോൾ ചില വിമർശനങ്ങൾ കൂടി വരുന്നുണ്ട്. അതിൽ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണമാണ്. കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ആ റെയിൽവേ സ്റ്റേഷനിലേക്കടക്കം
ഏർപ്പെടുത്തേണ്ടതായിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. ഈ അപകടത്തിന് കാരണം സർക്കാരിന്റെയും റെയിൽവേയുടെയും നിഷ്ക്രിയത്വവും അനാസ്ഥയുമാണെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കണം, അതായത് സർക്കാരിന്റെയും ഭരണകൂടത്തിന്റെയും അനാസ്ഥ കാരണം ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കണം, ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ തിരക്ക് ആശുപത്രിക്ക് പുറത്തുണ്ട്. ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇതിനോടകം ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. മറുവശത്ത് ഈ ആശുപത്രിക്ക് പുറത്ത് സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തു നിന്നുള്ള അധികം മറ്റ് ആളുകളെ ഒന്നും തന്നെ അകത്തേക്ക് ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ആശുപത്രി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 18 ഉയർന്നിട്ടുണ്ട്. 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം.